ശ്രീ ഷാജി ജോസഫ്, ഈ തെരഞ്ഞെടുപ്പിൽ കേട്ടൊരു കാര്യം, തെരഞ്ഞെടുപ്പിൻ്റെ ശേഷം ഇപ്പോൾ വന്ന ഈ കോലാഹലം, താങ്കളിപ്പോൾ കോട്ടയത്ത് നിന്നാണല്ലോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നമ്മളെല്ലാവരും കോൺഗ്രസ് നേതാക്കളുമായിട്ടൊക്കെ ഇപ്പോൾ ജോർജ് കള്ളിവയലിൽ പറഞ്ഞതുപോലെ സംസാരിക്കുമ്പോൾ കേട്ടൊരു കാര്യം, അവശേഷിച്ചിരുന്ന എ ഗ്രൂപ്പ്, ഞാനതാണ് കോട്ടയം എന്ന് പറയാൻ കാര്യം, അവശേഷിച്ചിരുന്ന എ ഗ്രൂപ്പ് കൂടി ഇല്ലാതായി എന്നാണ് പറഞ്ഞത്. അതിലെ പ്രധാനപ്പെട്ട പല ആളുകളും കെ സി വേണുഗോപാലിന് ഒപ്പം ചേർന്നു. അവരൊക്കെ ഈ പറഞ്ഞ എം എൽ എമാരുടെ ലിസ്റ്റിൽ കെ സിക്ക് വേണ്ടി കൈപൊക്കി അല്ലെങ്കിൽ പിന്തുണച്ചു. അങ്ങനെ ചില ആളുകൾ, ഞാൻ പേര് പറയുന്നത് ശരിയല്ല, ചില ആളുകൾ വി ഡി സതീശനൊപ്പം ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ എ ഗ്രൂപ്പ് ഏതാണ്ട്, ഐ ഗ്രൂപ്പ് നിലവിൽ തന്നെ വളരെ കുറച്ച് ആളുകളെ ഈ സ്വത്ത് ഭാഗം വെക്കുന്ന പോലെയാണല്ലോ. കുറച്ച് പേര് രമേശ് ചെന്നിത്തല കൊണ്ടുപോയി, അതിൻ്റെ ഒരു വലിയ ഭാഗം കെ സി വേണുഗോപാലിൻ്റെ കയ്യിലായി. അതോടെ പഴയ ഐ ഗ്രൂപ്പിൻ്റെ ആ പരിപാടി അവസാനിച്ചു. ഇപ്പോൾ എ ഗ്രൂപ്പും അവസാനിച്ചു. ഇതാണ് വളരെ അടിവരയിട്ട് പറയാവുന്ന ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഒരു പിക്ചർ. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഞാൻ ശ്രീ ജോർജിനോട് ചോദിച്ചതുപോലെ തന്നെ, ഇപ്പോൾ ഹൈക്കമാൻഡ് ഒരു പുതിയ നീക്കമാണല്ലോ, മുൻ KPCC പ്രസിഡന്റുമാരെ എല്ലാം വിളിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ വിളിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തുകൂടി പുതിയ മുഖ്യമന്ത്രി ആര് എന്ന് വ്യക്തമാകുന്നുണ്ടോ? ഇവരെ എല്ലാവരെയും വിളിപ്പിക്കുന്നു. ഹൈക്കമാൻഡിൽ നിന്ന് തന്നെ ഹൈക്കമാൻഡിന് പറയാനുള്ള ചില ഗൗരവമായ കാര്യങ്ങൾ ഇവരോടെല്ലാം പറയുന്നു എന്ന് വെച്ചാൽ, ആരാണ് മുഖ്യമന്ത്രി ആകാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു സൂചന പുറത്തു വരുന്നുണ്ടോ? അതിനകത്ത് തന്നെ കെ സി വേണുഗോപാലാണോ, വി ഡി സതീശനാണോ, അതോ രമേശ് ചെന്നിത്തലയാണോ? ഷാജി ജോസഫ് എങ്ങനെയാണ് കാണുന്നത്? ഈ മുൻ KPCC പ്രസിഡന്റുമാർ ദില്ലിക്ക് പോകുന്നു എന്ന ഒരൊറ്റ കാര്യം വെച്ച് എന്ത് ഗണിക്കും, എന്ത് പ്രവചിക്കും ഷാജി ജോസഫ്? ശരത്തെ, ഞാൻ ഇപ്പോൾ തുടരുന്ന ഈ ഹൈക്കമാൻഡിൻ്റെ പ്രവൃത്തികളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ പറഞ്ഞതുപോലെ, ഇതൊരു രാഷ്ട്രീയ കപട നാടകമാണ്. ഈ രാഷ്ട്രീയ കപട നാടകം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല. ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള നാടകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ്, പ്രത്യേകിച്ച് കേരളത്തിലെ ഈ സ്ക്രിപ്റ്റ്, ശ്രീ വേണുഗോപാലിന് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയും പൂർണ്ണ അറിവോടുകൂടി അറിഞ്ഞ് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റിൻ്റെ ഇനാക്ടിംഗ് ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അഭിനയിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർമർ KPCC പ്രസിഡന്റുമാരെ വിളിച്ചു. അതെന്തിനാണ്? ഹൈക്കമാൻഡ് എല്ലാവരെയും കൺസൾട്ട് ചെയ്ത് ഒരു ബ്രോഡൻഡ് കൺസെൻസസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് കോൺഗ്രസ്സുകാരെയും കേരളത്തിലെ സമ്മതിദായകരെയും കോൺഗ്രസിൻ്റെ അനുഭാവികളെയും ഒക്കെ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഈ കപട നാടകത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണിത്. അല്ലാതെ അവിടെ നടക്കുന്നത് ഹൈക്കമാൻഡ് കോൺഗ്രസിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നൊരു തീരുമാനത്തിന് വേണ്ടി നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമല്ല. നിങ്ങൾ ഇപ്പോൾ ശരത്ത് നേരത്തെ പറഞ്ഞതുപോലെ 2016 കോൺഗ്രസിലെ ഒരു ഭൂരിഭാഗം പേരും വിചാരിച്ചിരുന്നത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് തുടരുമെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെടുകയും അതിനുശേഷം കോൺഗ്രസിൻ്റെ നിയമസഭയിലെ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉമ്മൻചാണ്ടിയല്ല. ഉമ്മൻചാണ്ടിയുടെ അന്ന് പ്രബലമായിരുന്ന എ ഗ്രൂപ്പിനെ ഒതുക്കുവാൻ വേണ്ടിയിട്ടാണ് അന്ന് ശ്രീ രമേശ് ചെന്നിത്തലയെ മുൻപോട്ട് കൊണ്ടുവരുന്നത്. അതിന് പറഞ്ഞ കാരണം എന്തായിരുന്നു? ഐ ഗ്രൂപ്പിൻ്റെ MLA മാരായിരുന്നു കൂടുതലെന്നാണ് പറഞ്ഞിരുന്നത്. 2021 ആയപ്പോഴേക്കും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി നടത്തിയ പെർഫോമൻസിനെ വലിയ നേതാവായി അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ ശ്രീ സതീശനെ പ്രതിപക്ഷ നേതാവായി ഹൈക്കമാൻഡാണ് അവതരിപ്പിക്കുന്നത്. ഇതെന്തിനായിരുന്നു? ചെന്നിത്തലയെ ഒതുക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു ഇത്. ഈ രണ്ട് നീക്കങ്ങളുടെയും പുറകിൽ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് ശ്രീ വേണുഗോപാലാണ്. ഒരു മുഴം നീട്ടിയെറിയുകയായിരുന്നു. ഈ സീനിയർ ലീഡേഴ്സിനെയൊക്കെ സൈഡ് ലൈൻ ചെയ്ത് കോൺഗ്രസ്സിന് എന്ന് ഒരു ഭൂരിപക്ഷം കിട്ടിയ ഒരു അധികാരത്തിലേക്ക് എത്താൻ കേരളത്തിൽ സാധിക്കുന്നുവോ അന്ന് മുഖ്യമന്ത്രിയുടെ കസേരയിലേക്ക് ഹൈക്കമാൻഡുമായുള്ള സ്വാധീനവും അടുപ്പവും ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ ഭാഗമായി തന്നെ ഇരുന്നു കൊണ്ടൊരു നീക്കം നടത്തുന്നതിനാണ്
വേണുഗോപാൽ അങ്ങനെയാണെങ്കിൽ ഷാജി ഇപ്പോൾ ജോസഫ്, നമ്മൾ ഈ ശ്രീ പറയുന്ന ഷാജി ജോസഫ്, അത് പൊളിറ്റിക്കലായി കെ സി വേണുഗോപാലിൻ്റെ വിജയമല്ലേ? ഇപ്പോൾ കോൺഗ്രസിൻ്റെയും ലീഗ് പ്രവർത്തകരുടെയും ഒക്കെ ഒരു ഏറ്റവും വലിയ താല്പര്യം വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വരുന്നതാണെന്ന് തന്നെ ഇരിക്കട്ടെ. അതിൻ്റെ ഒരു ഭാഗമാണല്ലോ പലയിടത്തും കാണുന്ന പ്രകടനങ്ങൾ, ലീഗ് ഇതിനകത്തെടുക്കുന്ന മുൻകാലങ്ങളിലില്ലാത്ത ഒരു വലിയ താല്പര്യം, ഇതെല്ലാം അതിനകത്തുണ്ട്, ശരിയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ സ്വന്തം പാർട്ടിക്കകത്ത് അതിനനുസരിച്ച് ഇപ്പോൾ ഈ പറയപ്പെടുന്ന വലിയ സ്വീകാര്യതയുണ്ട് എന്ന് വി ഡി സതീശൻ പക്ഷം അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അവകാശപ്പെടുന്നുണ്ടല്ലോ, അത് സ്വന്തം പാർട്ടിക്കകത്തുകൂടി നേടിയെടുക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതായിരുന്നില്ലേ? അതിൽ അദ്ദേഹം പരാജയപ്പെട്ടു പോയില്ലേ വി ഡി സതീശൻ? ഇപ്പോൾ നോക്കൂ, 14 DCCകളുണ്ട്. ഏതെങ്കിലും ഒരു DCC ഇപ്പോൾ പലയിടത്തും പ്രകടനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഒരു DCC എന്ന നിലയിൽ, ഒരു ജില്ലാ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന നിലയിൽ ഒരു കമ്മിറ്റി അപ്പാടെ DCC പ്രസിഡൻറ്റുമാർ, ഇത് വളരെ പ്രധാനപ്പെട്ടാണല്ലോ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ. നേരത്തെ കള്ളിവയൽ PCC നേതാക്കളുടെ താല്പര്യത്തെക്കുറിച്ച് കെ സിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ആ DCCകൾ ഏതെങ്കിലും വി ഡി സതീശന് വേണ്ടി രംഗത്ത് വന്നോ? വി ഡി സതീശനാണ് ആകേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കൊണ്ട് ശ്രദ്ധിപ്പിക്കാൻ കഴിയാതെ പോയത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയമായ വീഴ്ചയോ പരാജയമോ ആണോ വി ഡിയെ സംബന്ധിച്ച്? ഞാൻ ഇതിനകത്ത് പറയുന്നൊരു കാര്യം, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ കൗശലം എന്ന് പറയുന്ന കോൺഗ്രസിനുള്ളിൽ പലപ്പോഴായി കെ കരുണാകരനും AK ആന്റണിയും മുതൽ ഉമ്മൻചാണ്ടിയും ഉൾപ്പെടെ ഇങ്ങോട്ട് നമ്മൾ കണ്ടിട്ടുള്ള രാഷ്ട്രീയ കൗശല നീക്കങ്ങൾ കൊണ്ട് അധികാര സ്ഥാനങ്ങളും താക്കോൽ സ്ഥാനങ്ങളും പിടിച്ചെടുക്കുക എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരമുണ്ടല്ലോ, രാഷ്ട്രീയ സംസ്കാരം. ആ സംസ്കാരത്തിൽ വലിയ വിജയം നേടിയാണ് കെ സി വേണുഗോപാൽ നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ കൗശലം എന്ന് പറയുന്നത് പൊതുജനവികാരം ഇന്ന് കേരളത്തിൽ സതീശനൊപ്പം നിൽക്കുമ്പോൾ ഈ കൗശലത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, അതിനെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് സതീശന് ഉയരാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് പൊതുജന വികാരം സതീശനൊപ്പം നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നിരീക്ഷകർ വരുന്നു, അവർ വന്ന് നമ്പർ എടുക്കുന്നു, പോകുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതുവരെ കേരളത്തിൽ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് നടത്തിയ എല്ലാ ഇടപെടലുകളും അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംഘടനാ സെക്രട്ടറി എന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് കെ സി വേണുഗോപാൽ നടത്തിയ രാഷ്ട്രീയ കൗശലത്തിലൂടെ അദ്ദേഹം നേടിയെടുത്ത സ്വാധീനങ്ങളും വിലയ്ക്ക് വാങ്ങിച്ച സ്വാധീനങ്ങളും അതുപോലെ തന്നെ വിശ്വാസ്യതയും അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള ലോയൽറ്റിയുമാണിത്. ഈ വിലയ്ക്ക് വാങ്ങിയ സ്വാധീനത്തിലൂടെ നേടിയ, അദ്ദേഹം ഇരിക്കുന്ന കസേരയിലൂടെ നേടിയ അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങിയ ഈ ലോയൽറ്റിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഹൈക്കമാൻഡിനെ സഹായിക്കുന്നതെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നാടകത്തിൻ്റെ മുഴുവൻ സ്ക്രിപ്റ്റും നേരത്തെ തന്നെ എഴുതപ്പെട്ടിരിക്കുകയും അതിൻ്റെ ഭാഗമായി തന്നെ ഹൈക്കമാൻഡ് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനായി പൊതുജനങ്ങൾക്ക് മുമ്പിൽ പബ്ലിക് കൺസംഷന് വേണ്ടി ഒരു നാടകം കളിക്കുന്നു എന്നത് മാത്രമാണ് ശരത്ത്. ഞാൻ ഇതിനെ നിലയിലാണ്, അതിലെ ഒരു എപ്പിസോഡ് മാത്രമാണ് ഇപ്പോഴത്തെ ഈ ക്ഷണം. എന്തിനാണ് വിളിപ്പിച്ചതെന്ന് പോലും അറിയില്ല എന്നീ മുൻ KPCC പ്രസിഡന്റുമാർ മാധ്യമങ്ങളോട് ചിലരെങ്കിലും പറയുന്നത് കൂടി നമ്മൾ കേട്ടു. അതും ഒരു സ്ക്രിപ്റ്റഡ് ആണ്, ആ തിരക്കഥയിലെ ഒരു ഭാഗമാണ് എന്നാണ് ഷാജി ജോസഫ് പറഞ്ഞത്.